അള്ളാഹുവിങ്കിൽ നിന്ന് വെളിപാടുണ്ടാകുന്നതുവരെ ഈസാ നബി അലൈഹിസ്സലാം തൗറാത്ത് ഗ്രന്ഥമാണ് പിന്തുടർന്നിരുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് പുതിയൊരു ഗ്രന്ഥം നൽകി, ഇൻജീൽ. പ്രവാചകൻ തനിക്ക് അള്ളാഹു നൽകിയ പുതിയ പുസ്തകം വായിച്ചു. പ്രവാചകൻ അള്ളാഹുവിൽ നിന്ന് ഒരു പുതിയ ഗ്രന്ഥം ലഭിച്ചതായി പ്രഖ്യാപിച്ചപ്പോൾ അതുവരെ തൗറാത്തിനെ പിന്തുടർന്നവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. മറ്റ് എല്ലാ പ്രവാചകന്മാരെയും പോലെ ഈസാ നബിയും നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എല്ലാ പ്രവാചകന്മാരെയും അവരുടെ പ്രവാചകത്വത്തിന് തെളിവ് നൽകാൻ അള്ളാഹു പല അത്ഭുത പ്രവർത്തികളെയും അയച്ചിരുന്നു. ഇതിന് ആളുകൾ അവരെപ്പറ്റി അറിയുകയും അവരുടെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം ചെയ്ത അത്ഭുതങ്ങളിൽ പലതും രോഗം ഭേദമാക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിലെ ആളുകൾക്ക് വൈദ്യശാസ്ത്ര രംഗത്ത് ഏറെ അറിവുണ്ടായിരുന്നു. പ്രവാചകൻ ചികിത്സിക്കാൻ കഴിയാത്ത രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ അത് ശക്തമായ ഒരു സന്ദേശമായിരുന്നു. അന്ധനായി പിറന്ന ഒരാളുടെ മുഖത്ത് പ്രവാചകൻ തൊട്ടപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച കിട്ടി. അദ്ദേഹം ജീവിതത്തിലാദ്യമായി എല്ലാം കാണാൻ തുടങ്ങി. ഒരു ദിവസം പ്രവാചകൻ പട്ടണത്തിലേക്ക് പോകുമ്പോൾ മൃതശരീരവുമായി ആളുകൾ പോകുന്നത് കണ്ടു. പ്രവാചകൻ അവരുടെ അടുത്തേക്ക് ചെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ മരിച്ചു, ഞങ്ങൾ ഇദ്ദേഹത്തെ കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് അവരിൽ ഒരാൾ മറുപടി പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ അവരോട് നിൽക്കാൻ പറയുകയും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്തൊരത്ഭുതം! മരിച്ച മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു, അവന് ജീവൻ തിരിച്ചു കിട്ടി. അള്ളാഹു ഈ വ്യക്തിയെ വീണ്ടും ജീവിപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ പ്രവാചകൻ തൻ്റെ അനുയായികളോട് 30 ദിവസം ഉപവാസം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു. അവർ സമ്മതിക്കുകയും അവർ ഉപവാസം ആരംഭിക്കുകയും ചെയ്തു. 30 ദിനരാത്രങ്ങൾ ഉപവസിച്ചതിന് ശേഷം ശിഷ്യന്മാർ അദ്ദേഹത്തോടൊപ്പം മരുഭൂമിയിൽ പോയി. പ്രവാചകൻ പോകുന്നിടത്ത് ആയിരക്കണക്കിന് ആളുകൾ അനുഗമിക്കുന്നത് സാധാരണമായിരുന്നു. അനുയായികളിൽ പലരും രോഗബാധിതരായിരുന്നു. പ്രവാചകൻ അവരെ സുഖപ്പെടുത്തുമെന്ന് അവർ വിശ്വസിച്ചു. ഒരു സംഘം ആളുകൾ പ്രവാചകന്റെ പഠിപ്പിക്കലിന് എതിരായിരുന്നു. പ്രവാചകൻ എവിടെ പോയാലും അവരും കൂടെ പോകും. അവർ കൂടെ പോയിരുന്നത് അദ്ദേഹത്തെ പരിഹസിക്കാനും അവസരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹത്തെ നിന്ദിക്കാനുമായിരുന്നു. 30 ദിവസത്തെ ഉപവാസത്തിന് ശേഷം സത്യനിഷേധികൾ പ്രവാചകനോട് ചോദിച്ചു, ആകാശത്ത് നിന്ന് ഭക്ഷണം ലഭിക്കുമായിരുന്നെങ്കിൽ അവരുടെ ഉപവാസം അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പാക്കാമായിരുന്നു. അവർ ഉപവാസം അവസാനിപ്പിക്കുന്ന ആ ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം കഴിക്കാൻ അവർ ആഗ്രഹിച്ചു. അവർക്ക് വേണ്ടത്ര പരിചരണം ആവശ്യമാണെന്നും അവർ പറഞ്ഞു. അവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. അവിശ്വാസികൾക്കറിയാമായിരുന്നു അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പ്രവാചകന് ഒരിക്കലും സാധിക്കാൻ കഴിയില്ലെന്ന്. പ്രവാചകൻ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. എന്നിട്ട് അല്പം അകലെ മാറിയിരുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്തൊരത്ഭുതം! പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ആകാശത്ത് നിന്ന് ധാരാളം ഭക്ഷണം വന്നു. താഴെ ഒരു മേഘവും മുകളിൽ മറ്റൊരു മേഘവും. മലക്കുകൾ ചുറ്റും നിന്നുകൊണ്ട് ഭക്ഷണം താഴോട്ട് കൊണ്ടുവന്നു. സാവധാനത്തിൽ അത് താഴേക്കെത്തി. ആ സമയത്ത് പ്രവാചകൻ തൻ്റെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആഹാരം പ്രവാചകന്റെ തൊട്ടടുത്ത് വന്നു നിന്നു. ഒരു വെളുത്ത തുണി കൊണ്ട് അത് മൂടിയിരുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഏറ്റവും നല്ല സംരക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മെല്ലെ ആ തുണി എടുത്തു മാറ്റി. മൂടിയിരുന്ന ആ തുണി മാറ്റിയപ്പോൾ ചുറ്റും കൂടുനിന്ന ആളുകൾ അത്ഭുതത്തോടെ അതിലേക്ക് നോക്കി. 7 വലിയ മീനും 7 അപ്പവും വിനാഗിരിയും ഉപ്പും തേനും മറ്റ് പല പഴങ്ങളും ഉണ്ടായിരുന്നു. അതിന് കൊതിപ്പിക്കുന്ന ഒരു സുഗന്ധമുണ്ടായിരുന്നു. അവർ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു സുഗന്ധം അനുഭവിച്ചിട്ടില്ലായിരുന്നു. ഈസാ നബി അവിശ്വാസികളോട് അതിൽ നിന്നും കഴിക്കാൻ പറഞ്ഞു. താങ്കൾ അതിൽ നിന്നും എടുത്ത് കഴിക്കുന്നത് കണ്ടതിനു ശേഷം മാത്രമേ ഞങ്ങൾ കഴിക്കുകയുള്ളൂ എന്ന് അവർ പ്രവാചകനോട് പറഞ്ഞു. ഇത് ആവശ്യപ്പെട്ടത് നിങ്ങളാണ്, അതുകൊണ്ട് ആദ്യം നിങ്ങൾ കഴിക്കണം, പ്രവാചകൻ അവരോട് ആവശ്യപ്പെട്ടു. പക്ഷേ സത്യനിഷേധികൾ അത് നിരസിച്ചു. അപ്പോൾ
പ്രവാചകൻ ദരിദ്രരും രോഗികളും അന്ധരും അംഗവൈകല്യവുമുള്ളവരായ ആളുകളോട് അതിൽ നിന്നും കഴിക്കാൻ ആവശ്യപ്പെട്ടു. അവർ 1000-ഓളം ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും അത് കഴിച്ചു. അപ്പോൾ മറ്റൊരു അത്ഭുതം സംഭവിച്ചു. അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി. വികലാംഗരെയും അന്ധന്മാരെയും മറ്റുള്ളവരെയും സംബന്ധിച്ചിടത്തോളം അത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. സത്യനിഷേധികളെ ആദ്യം ക്ഷണിച്ചിട്ടും അവർ അത് കഴിക്കാൻ വിസമ്മതിച്ചതിൽ അവർ ഇപ്പോൾ ദുഃഖിതരായിരുന്നു. ഈ വാർത്ത അതിവേഗം പരന്നു. ആ വാർത്ത നഗരത്തിലുമെത്തി. ആയിരക്കണക്കിന് ആളുകൾ ഈ ദിവ്യസദ്യയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അങ്ങോട്ട് യാത്രയായി. വിരുന്നിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലായിരുന്നു. പ്രവാചകൻ എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ വ്യക്തിയും വയറു നിറയെ ഭക്ഷണം കഴിച്ചു. ഓരോ ദിവസവും 7000-ഓളം ആളുകൾ ഭക്ഷിച്ചതായി പറയപ്പെടുന്നു. 40 ദിവസത്തിനു ശേഷം ദരിദ്രർക്ക് മാത്രം ഭക്ഷണം നൽകിയാൽ മതിയെന്നും ധനികർക്ക് നൽകേണ്ടതില്ലെന്നും അല്ലാഹു പ്രവാചകനോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ ജനങ്ങളോട് സത്യസന്ധരായിരിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ധനികരായ ആളുകൾ വിരുന്നുകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. കൂടാതെ ദരിദ്രരോട് ഭക്ഷണം നാളത്തേക്ക് കരുതി വെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ജനങ്ങൾ പ്രവാചകൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. ധനികർ പാവപ്പെട്ടവനായി അഭിനയിച്ചു ഭക്ഷണം കഴിച്ചു. പ്രവാചകന്റെ കൽപ്പനയനുസരിക്കാതെ ദരിദ്രരും ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചു. അതിന്റെ ഫലമായി ഭക്ഷണം എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ ഉയർത്തപ്പെട്ടു. ആളുകൾ ഈ അത്ഭുതത്തെക്കുറിച്ച് വർഷങ്ങളോളം സംസാരിച്ചു. അവർക്ക് അല്ലാഹുവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ടു. ഈസാ നബിക്ക് 33 വയസ്സായ സമയത്ത് പുരോഹിതന്മാർക്ക് അദ്ദേഹത്തോട് വൈരാഗ്യമുണ്ടായി. അവർ പ്രവാചകനെ കൊല്ലാൻ തീരുമാനിച്ചു. ഒരു രാത്രി പ്രവാചകൻ തന്റെ 12 അനുയായികളോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അത് സത്യമായിരുന്നു. അത് യൂദാസ് അല്ലാതെ മറ്റാരുമായിരുന്നില്ല. യൂദാസ് അന്ന് മുഖ്യ പുരോഹിതനെ കാണാൻ പോയിരുന്നു. ഞാൻ ഈസായെ ഇല്ലാതാക്കിയാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? യൂദ പുരോഹിതനോട് ചോദിച്ചു. ഞാൻ നിനക്ക് 30 വെള്ളി നാണയം നൽകാം എന്ന് മുഖ്യ പുരോഹിതൻ മറുപടി പറഞ്ഞു. യൂദാസ് ലജ്ജയോടെ ആ മുറിയിൽ നിന്നും എഴുന്നേറ്റ് പോയി. അപ്പോൾ പ്രവാചകൻ തന്റെ കൂട്ടാളികളോട് അദ്ദേഹത്തിന് പകരം നിൽക്കാൻ നിങ്ങളിൽ ഒരാളെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളിൽ ആരും അതിന് തയ്യാറല്ലേ? പ്രവാചകൻ ചോദിച്ചു. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിലും എന്റെ കൂട്ടാളികളായിരിക്കും. ഒരു യുവാവ് എഴുന്നേൽക്കുകയും ഉടൻ സമ്മതിക്കുകയും ചെയ്തു. പടയാളികൾ പ്രവാചകനെ തടവിലാക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് പകരം ആ യുവാവിനെ പിടിച്ചുകൊണ്ടുപോവുകയും അയാളെ കുരിശിലേറ്റുകയും ചെയ്തു. ആ യുവാവിനെ കുരിശിലേറ്റുന്നതിനു മുമ്പായി പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വീടിന്റെ ജനലിലൂടെ ആകാശത്തേക്ക് ഉയർന്നു. ഈസാ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അന്ത്യനാളിൽ അദ്ദേഹം ഇറങ്ങിവരും.